ഖ്യാരിസ്മൽ ധ്യാനം നടക്കുന്ന സമയത്ത് ആദ്യകാലങ്ങളാണ്, 2012 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് അങ്ങോട്ട് അത്ര പ്രവേശിച്ചിട്ടുള്ള കാലമല്ല. കാരണം ഉണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റൂ. പിതാവ് പറഞ്ഞ പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമുക്ക് നൽകാൻ പറ്റൂ. അപ്പോൾ ആദ്യകാലങ്ങളിൽ നമുക്ക് ഒത്തിരി വചനമൊന്നും പഠിച്ചിട്ടില്ല. വചനമൊന്നും അത്ര ദാഹത്തോടും അത്ര തീക്ഷ്ണതയോടൊക്കെ വായിക്കുന്നൊരു സമയമല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഓർക്കുകയാണ്. അവിടെ ഒരു ധ്യാനം നടക്കുന്നു. അപ്പോൾ മറ്റൊരു അച്ഛനുണ്ട് ശുശ്രൂഷയ്ക്ക് സഹായിക്കാനായിട്ട്. ആരാധന നടക്കുന്ന സമയം ഏകദേശം 7 മണി സമയമായിട്ടുണ്ടാവും. ആരാധനയൊക്കെ തുടങ്ങുമ്പോൾ 7 മണി സമയമായി. അപ്പോൾ ഞങ്ങൾക്ക് അല്പം മാറിയായിട്ട് ഒരു പറമ്പുണ്ട്. അപ്പോൾ വേറൊരു ഹൗസിൽ നിന്ന് വന്ന ഒരു അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പോകുന്നതിന് മുമ്പായിട്ട് അപ്പോൾ ഞങ്ങൾ ആ പറമ്പിൽ കുറേ കപ്പ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ നാളത്തെ അങ്ങനെ വെറുതെ കിടന്ന പറമ്പിൽ കുറച്ച് കപ്പയൊക്കെ ഇട്ടിട്ടുണ്ട്. വെള്ളമില്ലാത്തത് കൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യാതിട്ടിരുന്നതാണ്. ആ വർഷം ഞങ്ങൾ കുറച്ച് കപ്പയൊക്കെ ഇട്ടപ്പോൾ കുറേ നാൾ കൃഷിയൊന്നും ചെയ്യാതിരുന്നുകൊണ്ട് നല്ല വിളവ് കിട്ടി. അപ്പോൾ മറ്റൊരു ഹൗസിൽ നിന്നൊരു അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് അന്ന് സുബീർ അച്ഛൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, അച്ഛൻ്റെ ഹൗസിലേക്ക് പോകുമ്പോൾ കുറച്ച് കപ്പ പറിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു 6 മണി കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ അച്ഛൻ പോകല്ലേ, എന്നാൽ കുറച്ച് കപ്പയൊക്കെ അച്ഛന് കൊടുത്ത് വിട്ടേക്കാം, വണ്ടിക്ക് വന്നതല്ലെന്ന് വിചാരിച്ച് അച്ഛനും കൂട്ടിക്കൊണ്ട് ഞാൻ കപ്പ പറിക്കാൻ പോയി. കപ്പയൊക്കെ പറിച്ച് തിരിച്ച് വന്ന സമയത്ത് 7 മണിയൊക്കെ കഴിഞ്ഞ് 1 മണിക്കൂർ മിച്ചം കൊടുത്ത് ഇതൊക്കെ ഇളക്കി പറിച്ചെടുത്ത് വെട്ടി ചാക്കിലാക്കേണ്ട സമയം എടുക്കുമല്ലോ. അങ്ങനെ തിരിച്ച് വന്ന് ഞാൻ ഖ്യാരിസ്മലിലേക്ക് കയറുമ്പോൾ ഫ്രണ്ടിലുള്ള ചാപ്പലിലും വല്ലാത്ത നിലവിളിയും കരച്ചിലും, ഭയങ്കര കരച്ചിലും നിലവിളി. അപ്പം ഇതെന്താണെന്ന് നമുക്ക് പിടുത്തം കിട്ടുന്നില്ല. സാധാരണ ഉള്ള ഒരു ശുശ്രൂഷയുടെ സമയത്തൊരു സൗഖ്യ ആരാധനയാണ്, ആന്തരിക സൗഖ്യത്തിൻ്റെ ആരാധനയാണ്. അതിൽ നോർമലി ഉണ്ടാകുന്ന കരച്ചിലും വേദനകളൊക്കെ നമ്മൾ കേൾക്കും, കാണാറൊക്കെ ഉള്ളതാണ്. പക്ഷെ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് പേർ അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു, കുറച്ച് പേർ ഓഫീസിലേക്ക് വരുന്നു, പഞ്ഞി എടുക്കുന്നു, വീണ്ടും ഓടുന്നു. ഇതെന്താണെന്നൊരു പിടുത്തം കിട്ടുന്നില്ല. ഇപ്പം ഞാൻ ഈ കൊണ്ടുവന്നാക്കി വണ്ടി നിർത്തി ഞാനിത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഓഫീസിലേക്ക് വന്നപ്പോൾ ഓഫീസിലുണ്ടായിരുന്ന ചേച്ചി ഒരു കെട്ട് പഞ്ഞിയായിട്ട് ഈ പള്ളിയിലേക്ക് ഓടുക. അപ്പം ഞാനും പറയൂ ഓടി. അപ്പം എന്തോ സംഭവിച്ചെന്ന് മനസ്സിലായി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു സഹോദരി ആരാധന സമയത്ത് ഇങ്ങനെ വീണ് കിടക്കുക. അപ്പോൾ ലൈറ്റുകൾ സ്വാഭാവികമായിട്ട് ആരാധന തുടങ്ങുമ്പോൾ ഞങ്ങൾ ബാക്കിയുള്ള ലൈറ്റൊക്കെ ഓഫ് ചെയ്യും. അൽത്താരയിലുള്ള ലൈറ്റിൻ്റെതായ ആ വെട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും, കാരണം ഫ്രണ്ടിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. ഈ സഹോദരി ഇങ്ങനെ വീണ് കിടക്കുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ സഹോദരിയുടെ നെറ്റിത്തടങ്ങളിൽ നിന്നും കൈകളിൽ നിന്നും കാലുകളിൽ നിന്നൊക്കെ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, രക്തം ഒഴുകുക. ഇതെന്താണെന്ന് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. അപ്പോൾ അവിടെ ശുശ്രൂഷ നടത്തുന്ന ഒരു വൈദികനുണ്ട്, ഒരു അൽമായ സഹോദരനാണ് ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. പാട്ടുകാരനുണ്ട്. അന്നത്തെ കാലത്ത് ഇത്രയും മൊബൈൽ ഫോണൊന്നും ഡെവലപ്ഡ് അല്ല, ക്യാമറകളൊന്നും. അന്ന് നമ്മൾ പറയില്ലേ, ഈ ആകെ അതിനകത്തുണ്ടായിരുന്ന ഗെയിം എന്ന് പറഞ്ഞൊരു പാമ്പിൻ്റെ ഗെയിമുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു ഫോണാണ്, നോക്കിയയുടെ പഴയ ഫോൺ. ആ ഫോൺ വെച്ച് ഈ പറയുന്ന പാട്ടുകാരൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തു. അതിപ്പോഴും എൻ്റെ കയ്യിലുണ്ട്, ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. എൻ്റെ മൊബൈൽ ലാപ്പിൽ ഈ വീഡിയോ കിടപ്പുണ്ട്. ഇപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി. നമ്മൾ സെമിനാരി ജീവിതത്തിൽ വായിച്ചിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതുമായ വലിയൊരു രഹസ്യം അവിടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുക. അതെന്താണെന്ന് വെച്ചാൽ, യേശു ശരീരത്തിൽ അനുഭവിച്ച ക്ഷതങ്ങൾ, മുറിവുകൾ ഇതാ നമ്മുടെ കൺമുമ്പിൽ പല വിശുദ്ധരും അനുഭവിച്ചിട്ടുള്ളതും പല വിശുദ്ധരുടെയും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതുമായ ഈ പഞ്ചക്ഷതം നമ്മുടെ കൺമുമ്പിൽ ബികോം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകൊച്ചിന്റെ ശരീരത്തിൽ ആ പെൺകൊച്ച് അനുഭവിക്കുക. നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാം. ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക, നെറ്റി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക, കൈയുടെ ഉള്ളിൽ നിന്ന് കൃത്യമായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പം ഇവർ ഈ പഞ്ഞു കൊണ്ടുപോയത് ഈ രക്തം ഒപ്പിയെടുക്കാൻ വേണ്ടി. അപ്പോൾ കൂടെ ഉള്ളവരുണ്ട്, ബാക്കിയുള്ളവരൊക്കെ ഇത് കണ്ടിട്ട് അങ്ങോട്ട് അലറി കാറാൻ തുടങ്ങി. അപ്പോൾ ധ്യാനത്തിൻ്റെ 4ാം ദിവസമാണെന്ന് ഓർക്കണം. ആദ്യത്തെ 3 ദിവസമൊക്കെ വെറുതെ ഇരുന്നവന്മാരുണ്ടല്ലോ, ഈ ധ്യാനത്തിന് വരുമ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ തള്ളിക്കൊണ്ട് നിർത്തിയേക്കുന്നവന്മാരൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് യൂത്തിലെ കുറച്ച് പിള്ളേർ, വലിയ താല്പര്യമൊന്നുമില്ല, മാതാപിതാക്കൾ നിർബന്ധിച്ചു. ഇത് കണ്ടോടുകൂടി സംഭവം ആ സമയം വരെ ഉണ്ടായിരുന്ന അന്തരീക്ഷത്തിന് കംപ്ലീറ്റ് മാറ്റം ഉണ്ടായി. ഞാനവിടെ കയറി ചെല്ലുമ്പോൾ എല്ലാവരും നിലവിട്ട് കർത്താവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യാം. വല്ലാത്ത ഒരു പ്രതീതി അവിടെ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ലൈറ്റൊക്കെ ഓണാക്കി ആരാധന ക്ലോസ് ചെയ്തു. ഭക്ഷണത്തിന് വിടാൻ വേണ്ടിയിട്ട് ആരാധന ക്ലോസ് ചെയ്തു. ദിവ്യാണെടുത്ത് വെച്ചു. വൈദികൻ പോയി. ബാക്കി എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞു, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ലോഹയൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. ഞാൻ പിന്നെ പോയി ലോഹയൊക്കെ ഇട്ടിട്ട് വന്നു. ലോഹയിടാതെ കപ്പ പറിക്കാൻ പോകുമ്പോൾ ലോഹ ഇട്ടിട്ട് പോവുകയല്ലോ, അതുകൊണ്ട് ലോഹയിടാതെയാണ് പോയതൊക്കെ. തിരിച്ചു വന്ന് ലോഹയൊക്കെ ഇട്ട് അങ്ങോട്ട് കയറി. ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഈ സൗരയുടെ കടക്ക പുള്ളിക്കാരത്തേക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള സമയത്ത് ഞാനിപ്പോഴും ഓർക്കുകയാണ്, ഖ്യാരിസ്മലിൽ തന്നെ ഒരു ക്രിസ്ത്യൻ ധ്യാനം നടന്ന സമയത്ത്, അതിനുശേഷമാണ് ഒരു ക്രിസ്ത്യൻ ധ്യാനം നടന്ന സമയത്ത് 6ലും 7ലും 8ലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ പഞ്ചക്ഷതം ഉണ്ടായ സമയമുണ്ടായി.
അപ്പം ആ സമയത്ത് ഇവർ ഈ കുഞ്ഞുങ്ങളെല്ലാവരെയും നമ്മൾ കൊണ്ടുവന്ന് മധ്യസ്ഥ പ്രാർത്ഥന ഇട്ടപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ സ്വർഗീയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന, എന്ത് ചോദിച്ചാലും അതിനപ്പം തന്നെ അവർ ഉത്തരം പറയും. ആരൊക്കെ കൂടെയുണ്ട്, ആരെയൊക്കെ കാണുന്നുണ്ട്, പരിശുദ്ധ അമ്മയെ കാണാം, ചില വിശുദ്ധരെയൊക്കെ ഇവർ കാണുകയാണ് ആ സമയത്ത്. ഈ സഹോദരിക്ക് ഇങ്ങനെ പഞ്ചക്ഷത ഉണ്ടായി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം ഞാനും കൂടെ നിന്ന് ഇച്ചിരി സ്പിരിറ്റ് പോലത്തെ സാധനം ഉണ്ടാവില്ല, അതൊക്കെ ഇട്ട് ഇങ്ങനെ തുടച്ച് ഇതെല്ലാം എടുത്തു. എനിക്കൊന്ന് ഒരു 7 മണിക്ക് 7:30 തുടങ്ങിയത് വൈകിട്ട് ഒരു 10 മണി വരെ ഞങ്ങൾ ആ സഹോദരിയെ പൊക്കി തൊട്ടടുത്തുള്ള പാറലിൽ കൊണ്ടുവന്ന, കാരണം സഹോദരി കാല് കുത്തത്തില്ല അതുപോലെ. അപ്പോൾ നമ്മൾ ചോദിക്കും, പറയാണ് ഇങ്ങനെ കൈകാലുകൾ ഇങ്ങനെ ആണി അടിച്ചു വെച്ചിരിക്കുന്നത് പോലെയാണ് ഈ മകളുടെ ശരീരത്തിൽ ഈ മകൾ അനുഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ കൈകാലുകൾ ഒരു മരത്തിൽ ചേർത്ത് വെച്ച് ആണി അടിക്കുമ്പോൾ നമ്മൾ കടന്നു പോകുന്ന വേദനയുണ്ടല്ലോ. നമ്മളിപ്പോൾ കയ്യിലേക്ക് ഒരു പച്ചക്കറി വരുമ്പോൾ വെറുതെ കത്തി ഉണ്ടാകും മതി, നമുക്കറിയാം എന്തോരം വേദനയുണ്ട്, ആ ഒരു മുറിവുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വേദന. സഹോദരി, ശരിക്കും കർത്താവ് കുരിശിൽ കിടന്നപ്പോൾ എത്രമാത്രം യേശു സഹിച്ചുവോ ആ സഹനത്തിൻ്റെ അല്പം ഈ മകളുടെ ശരീരത്തിൽ കർത്താവ് നൽകിയിരിക്കുക. അപ്പം ഇങ്ങനെ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുക. അങ്ങനെ കൊണ്ടുവന്ന് കിടത്തി ഞങ്ങളവിടെ കാവലിരുന്നു, ഞാനും ഇരുന്നു, കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ശുശ്രൂഷകരുണ്ട്, എല്ലാവരും ഇരുന്നു. അങ്ങനെ ഒരു 8-10 മണിയായപ്പോൾ കഴിഞ്ഞപ്പോൾ ഈ ബ്ലഡ് വരവ് അങ്ങോട്ട് നിന്നു, ശാന്തമായി. ഈ സഹോദരിക്ക് പയ്യ ഒരു കോൺഷ്യസ് ആകാൻ തുടങ്ങി. കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനും പിടിക്കാതെയൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനും നടക്കാൻ പറ്റുന്നൊരവസ്ഥയിലായി. പിന്നെ ഞങ്ങൾ പറഞ്ഞു, അന്ന് ഇച്ചിരി ഭക്ഷണം കൊണ്ടുവരാം, അന്ന് വൈകിട്ട് കഞ്ഞിയൊക്കെ ആയിരുന്നു. അങ്ങനെ അങ്ങോട്ട് പോകണ്ട ഇങ്ങോട്ട് കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് കഞ്ഞിയൊക്കെ കൊണ്ടുവന്ന് ഈ സഹോദരിക്ക് കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം പോകാൻ നേരത്ത്, ധ്യാനം കഴിഞ്ഞ് പോകാൻ നേരത്ത് ഈ സഹോദരി വന്ന് വഴി വെച്ചാൽ കണ്ടത്. അതായത് ഞങ്ങൾക്ക് ഇവിടെ ഇൻ്റർലോക്ക് ഇട്ടുന്ന സ്ഥലമുണ്ട്. പെട്ടെന്നൊന്ന് മുട്ടുകുത്തിയിട്ട് അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഈ മുഖം ഓർമ്മയിലേക്ക് വരുന്നത്. ഈ സഹോദരിയാണ് ഇന്നലെ കണ്ടത്. അപ്പോഴേക്കും നമുക്കൊരു ആശ്ചര്യം, നമ്മൾ നെറ്റിയിലേക്ക് നോക്കിയപ്പോൾ 10-15 വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരു മുറിവ് ഉണങ്ങിയിരിക്കും, എങ്ങനെ ഇരിക്കും, അങ്ങനെ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു, കയ്യൊന്ന് കാണിക്കാൻ പറഞ്ഞു. നമുക്കൊരു ആകാംക്ഷയുണ്ടല്ലോ, കാരണം നമ്മളിന്ന് ജീവിതത്തിൽ ഇന്ന് വരെ ഇത് കണ്ടിട്ടില്ല. നമ്മുടെ സെമിനാർ ജീവിതത്തിൽ ഞങ്ങളുടെ റെഫറൻസ് ഹോളിൽ പോയപ്പോൾ അവിടെ ഈ പഞ്ചക്ഷതത്തിനെ കുറിച്ച് ബുക്സൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് ഇങ്ങനെ പല വിശുദ്ധർക്കും പഞ്ചക്ഷത ഉണ്ടായതിൻ്റെ പടങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇതൊക്കെ നമ്മുടെ ബുദ്ധിയുടെ തലത്തിൽ അങ്ങോട്ട് മനസ്സിലാക്കി ദാറ്റ്സ് ഓക്കെ, അങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയെന്നല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുക, നേരിട്ട് കാണുക. പിന്നെ കൈ നോക്കി കഴിഞ്ഞാൽ കയ്യിലും വെറുതെ പാടുണ്ടെന്നല്ലാതെ രക്തം അങ്ങനെ തൊടിക്കുന്നൊന്നുമില്ല. പണ്ടെങ്ങാണ്ടുണ്ടായൊരു മുറിവ് പോലെ. പ്രാർത്ഥിച്ചു വിട്ടു. ഞങ്ങൾ ഏതാനും പ്രാവശ്യം ക്യാരിസ്മനിൽ ആ പങ്കുവച്ച് പഠിക്കുന്ന സമയത്ത് സാക്ഷ്യം പറയാനായിട്ട് വിളിക്കുകയുണ്ടായി. ഒരു പ്രാവശ്യം സാക്ഷ്യം പറയാനായിട്ട് വിളിച്ച സമയത്ത് ഞാനിരുന്ന ആ സാക്ഷ്യം കേൾക്കാൻ വേണ്ടി ഇരുന്ന സമയത്ത് ഞാൻ ഓർക്കുകയാണ്, ഈ സഹോദരി പറഞ്ഞൊരു കാര്യമാണ്. ഇതിനു മുമ്പും സ്വന്തം ജീവിതത്തിൽ ദുഃഖവെള്ളിയാഴ്ചയുടെ സമയത്ത് ഈ സഹോദരിക്ക് ഇങ്ങനൊരു അനുഭവം വീട്ടിലുണ്ടായിട്ടുണ്ട്. പക്ഷെ അത് പബ്ലിക് അല്ലാത്തതുകൊണ്ട് ആരോടും പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞുമില്ല. വീട്ടുകാർക്ക് മാത്രം അറിയാവുന്നതാണ്. ഈ സഹോദരിയുടെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് അമ്മയും കൂടെയുണ്ട്. അമ്മ പറഞ്ഞൊരു കാര്യമാണ്, അച്ഛാ എത്ര തിരക്കുണ്ടെങ്കിലും ദൂരം പഠിക്കാനുണ്ടെങ്കിലും എത്ര ലേറ്റായിട്ട് കിടന്നാലും 3 മണി സമയം, രാവിലെ 3 മണി സമയത്ത് എഴുന്നേക്കും. കർത്താവിൻ്റെ കാരുണ്യം വെളിപ്പെട്ട കരുണയുടെ മണിക്കൂർ 3 മണി സമയത്ത് എഴുന്നേക്കും. അങ്ങനെ എഴുന്നേറ്റിട്ട് കുത്തി നിന്ന് അവിടെ നമ്മൾ പ്രാർത്ഥിക്കും. അങ്ങനെ വർഷങ്ങളായിട്ടുള്ളൊരു ദിനചര്യയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായതിന് ശേഷം കർത്താവ് ഈ മകൾക്ക് കൊടുത്തൊരു സന്ദേശമാണ്. അത് പറയാൻ വേണ്ടി ഞാൻ ഇത്രയും പറഞ്ഞത്. ദൈവം ഈ മകൾക്ക് കൊടുത്ത ഒരു സന്ദേശമാണ്, ഒരു മെസ്സേജാണ്, എല്ലാ ദിവസവും കുമ്പസാരിക്കണമെന്നുള്ളത്. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക, നമുക്ക് അങ്ങനെ ഒരു സന്ദേശം കർത്താവ് തന്നാൽ നമ്മൾ എന്ത് വിചാരിക്കും? ഇപ്പൊ കർത്താവ് നിങ്ങൾക്ക് നേരിട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു സന്ദേശം തരുന്നത്, മോനെ എല്ലാ ദിവസവും കുമ്പസാരിക്കണമെന്ന്. നമ്മുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്നറിയാവോ? എന്നതാ? എല്ലാ ദിവസവും അച്ഛന്മാരെവിടെന്ന് അല്ലേ? അങ്ങനെ ഈ കുമ്പസാരിക്കുന്ന ഒരു അച്ഛനെ കിട്ടണ്ടേ? വികാരി അച്ഛൻ്റെ അടുത്ത് 2 ദിവസം അടുപ്പിച്ച് 3-ാം ദിവസം വികാരി ചോദിക്കും, നിനക്ക് വല്ല വട്ടാണെന്ന് ചോദിക്കും ചിലപ്പോൾ, അല്ലേ? നീ ഇന്നലെ വന്നില്ല, മിനിഞ്ഞാന്നും വന്നില്ല, ഇനി ഇപ്പം നാളെ കുമ്പസാരിക്കാൻ വരേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചിലപ്പോൾ വികാരിച്ചമാർ ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും. അല്ലെങ്കിൽ വേദെങ്കിലും അച്ഛന്മാരുടെ അടുത്ത് റെഗുലറായിട്ട് എല്ലാ ദിവസവും കുമ്പസാരിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്, പിന്നെ എന്തോ ഒരു കുഴപ്പമുണ്ട് എന്നൊരു ചിന്ത, അല്ലെങ്കിൽ ഇവൾക്ക് എന്തോ ഒരു പന്തികേടാണെന്നുള്ള ചിന്ത സ്വാഭാവികമായിട്ട് നമുക്കാണെങ്കിൽ തോന്നും. ഈ സഹോദരി പറഞ്ഞൊരു കാര്യമാണ്, ദൈവത്തിൻ്റെ വലിയൊരു പരിപാലനയുടെ കരം, അല്ലെങ്കിൽ ദൈവം ഒരു കാര്യം നമ്മളോട് പറയുമ്പോൾ, ആവശ്യപ്പെടുമ്പോൾ അതിന് വേണ്ട കാര്യങ്ങളും ദൈവം ക്രമീകരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സഹോദരി പറഞ്ഞാണ്, അച്ഛാ കർത്താവ് അങ്ങനെ ഒരു സന്ദേശം തന്നിട്ട് എനിക്ക് തന്നെ സംശയമായിരുന്നു കർത്താവ് തന്ന സന്ദേശത്തെക്കുറിച്ച്. അങ്ങനെ സന്ദേശം എല്ലാ ദിവസവും വൈദ്യം കണ്ടുപിടിക്കേണ്ട അച്ഛാ. ഞാൻ എൻ്റെ നോർമൽ ജീവിതവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ പോകും, ബസ് സ്റ്റാൻഡിൽ നിൽക്കും, തിരിച്ച് കോളേജിൽ ചെല്ലും, കോളേജിൽ നിന്ന് തിരിച്ചു വരും, അങ്ങനെയുള്ള
എൻ്റെ അനുദിന ജീവിതത്തിൻ്റെ ദിനചര്യയുടെ മധ്യേ. അച്ഛൻ പറഞ്ഞാൽ പോലും വിശ്വസിക്കില്ല, ഏതെങ്കിലും ഒരു വൈദികനെ എല്ലാ ദിവസവും ഞാൻ കണ്ടുമുട്ടുമായിരുന്നു. ചില ദിവസം ബസ് സ്റ്റാൻഡിലായിരിക്കും. ഈശോ അടുത്ത് നിന്നിട്ട് പറയും, അച്ഛാ ഒരു മിനിറ്റ്. ചിലപ്പോൾ അച്ഛന്മാർക്ക് അസ്വസ്ഥ ഉണ്ടായിട്ടുണ്ട്. കാരണം ബസ് സ്റ്റാൻഡിൽ നിന്നിട്ട് കുമ്പസാരിക്കണമെന്ന് പറയുമ്പോഴേ, അച്ഛാ ഒരു മിനിറ്റ്, അധികം സമയം വേണ്ട, എനിക്കൊരു ഒന്നൊരു കുമ്പസാരം നടത്താൻ വേണ്ടിയാണ്. നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് കുമ്പസാരിച്ചിട്ടുണ്ട്, ബസ് ഇറങ്ങി കവലകളിൽ നിന്ന് കുമ്പസാരിച്ചിട്ടുണ്ട്. ഈശോ പറഞ്ഞാണ്, കർത്താവ് അങ്ങനൊരു സന്ദേശം തന്നിട്ട് ഇന്ന് വരെയും ഒരു വൈദികനെ എൻ്റെ അനുദിന ജീവിതത്തിൻ്റെ മധ്യേ കണ്ടുമുട്ടാതിരുന്നിട്ടില്ല. ബഹുമാനപ്പെട്ട കാര്യച്ചൻ ഞങ്ങളിതേക്കുറിച്ച് ഇങ്ങനെ സാക്ഷ്യം കേട്ട് കഴിഞ്ഞിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, ഈ പങ്കുവച്ചനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായ പങ്കുവച്ച. ഈ പങ്കുവച്ച അറിഞ്ഞുകൊണ്ട് ഒരു പാപം ചെയ്യല. അങ്ങനെ ഒരു ദൈവാനുഭവം ഉണ്ടായൊരു പെങ്കൊച്ച് അറിഞ്ഞുകൊണ്ട് ഒരു പാപത്തിലേക്കും പോവുകയില്ല. എന്നിട്ടും കർത്താവ് അവൾക്ക് കൊടുത്ത ഒരു സന്ദേശമാണ് എല്ലാ ദിവസവും കുമ്പസാരിക്കണമെന്ന്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, അവളായിരിക്കുന്ന ദൈവകൃപയിൽ നിലനിൽക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചത് കൊണ്ട് ഒരല്പം പോലും പുറകോട്ട് പോകാതിരിക്കാൻ, താഴോട്ട് പോകാതിരിക്കാൻ കർത്താവ് അവൾക്ക് കൊടുത്തൊരു സന്ദേശമാണ്, നീ എല്ലാ ദിവസവും കുമ്പസാരിച്ച് കൃപയുടെ നിറവിലായിരിക്കണമെന്ന്. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പിതാവ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ കൂടി പോയ ചിന്ത ഇതാണ്. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കൂടി പോയത് ഇതാണ്. കാരണം കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ 7 പ്രാവശ്യം പിതാവ് കുമ്പസാരിക്കാൻ കാരണമായി. കാരണം എന്താ, ഒരു പൗരോഹിത്യ സ്വീകരണത്തിന് ഒരു പട്ടം നൽകുമ്പോൾ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റൂ. ആത്മാവിൻ്റെ ഒരു അഭിഷേകം ഉണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റൂ. നമ്മുടെ ഉള്ളിൽ വിശുദ്ധി ഉണ്ടെങ്കിലല്ലേ അത് പകരാൻ പറ്റൂ. സ്നേഹം ഉണ്ടെങ്കിലല്ലേ സ്നേഹം കൊടുക്കാൻ പറ്റൂ. നമ്മൾ സൗഖ്യമുള്ളവരാണെങ്കിലല്ലേ സൗഖ്യം പങ്കുവെക്കാൻ പറ്റൂ. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്കുള്ളതേ നമുക്ക് പങ്കുവെക്കാൻ പറ്റൂ. നിങ്ങൾ ബൈബിൾ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ? എടുക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 9-ാമത്തെ തിരുവചനം എടുത്ത്, ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ഓരോ വാക്ക് ശ്രദ്ധിക്കണേ. പൗലോസിനെ പറയാണ്, ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, നമുക്കുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ടെങ്കിൽ, വചനം പറയാണ്, നിങ്ങൾ ജഡികരല്ല ആത്മീയരാണ്. ഒരുവൻ ജഡികനായിരിക്കുന്നതും ഒരുവൻ ആത്മീയനായിരിക്കുന്നതും അവൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ബലത്തിനനുസരിച്ചാണ്. എത്ര കണ്ടൊരു ദൈവ പൈതൽ ആത്മാവിൻ്റെ സ്വരം കേൾക്കുന്നുവോ, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 16-ാമത്തെ തിരുവചനം, ഗലേഷ്യൻസ് 5:16, 5:16 വചനം പറയുന്നു, നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് ജീവിക്കുവിൻ. ഇതൊരു ജീവിതക്രമമാണ്. എന്ത്? ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് ജീവിക്കുവിൻ. നമ്മുടെ ഉള്ളിൽ പൗലോസ് പറഞ്ഞു, നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥത്തിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആത്മീയരാണ്, ജഡികരല്ല. എന്നിട്ട് ഗലാത്യ സഭയോട് പൗലോസ് പറയാണ്, എന്താ പറഞ്ഞേ? അതിന് മുമ്പത്തെ വചനം സ്റ്റാർട്ടിങ്, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് ജീവിക്കുവിൻ, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് പറയുന്നു, നിങ്ങൾ ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് ജീവിക്കുന്ന പറഞ്ഞാൽ ആത്മാവ് നമുക്ക് പ്രേരണകൾ തന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് നമുക്ക് നിരന്തരം ആത്മാവിന്റെ പ്രേരണകൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക. ആത്മീയ പ്രേരണകളും ആത്മീയ പ്രചോദനങ്ങളും നിരന്തരം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ട്, ഈ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് നിരന്തരമായ ആത്മാവിന്റെ പ്രചോദനങ്ങളും പ്രേരണകളും തരുക. ഈ ആത്മാവ് വസിക്കുന്നത് ശരീരത്തിലായതുകൊണ്ട്, ജഡത്തിലായതുകൊണ്ട്, നമ്മൾ ശരീരത്തിൽ വസിക്കുന്നത് കൊണ്ട് ശരീരം അല്ലെങ്കിൽ ജഡം നമുക്ക് ജഡത്തിന്റെ പ്രേരണകളും തരുന്നുണ്ട്. ഇത് പരസ്പരം എതിർക്കുന്നത് നിമിത്തം പൗലോസ് പറയുകയാണ്, കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്, ഇത് പരസ്പരം എതിർക്കുന്നത് നിമിത്തം ഇച്ഛിക്കുന്നത് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. പലപ്പോഴും ഇച്ഛിക്കാത്തതാണ് ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞാൽ, ആത്മാവിൽ വ്യാപരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആത്മാവിന്റെ പ്രചോദനമൊക്കെ അനുസരിച്ച് ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചൊക്കെ ജീവിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് പലപ്പോഴും നടക്കുന്നില്ല. കാരണം എന്താ? എൻ്റെ ആത്മാവ് ഈ ശരീരത്തിലായിരിക്കുന്നത് കൊണ്ട്, ഈ ജഡത്തിലായിരിക്കുന്നത് കൊണ്ട്, ഈ ജഡത്തിന്റെ പ്രേരണകൾ പലപ്പോഴും
എൻ്റെ ആത്മാവിൻ്റെ പ്രേരണകളെ നിഹനിക്കുകയാണ്, തകർത്ത് കളയുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവില്ലാഞ്ഞിട്ടല്ല. 1 കൊരിന്ത്യർ 3:16 പൗലോസ് പറയാണ്, നിങ്ങളുടെ ശരീരങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആലയങ്ങളാണെന്നും പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? വളരെ സ്പഷ്ടമായിട്ട് പൗലോസ് പറയും, നിങ്ങളുടെ ശരീരങ്ങൾ ആത്മാവിൻ്റെ ആലയങ്ങളാണെന്നും പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾക്കറിഞ്ഞുകൂടെ. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ട്. മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ് നമ്മൾ. ഇനി പൗലോസ് ആവശ്യപ്പെടുന്ന ഒറ്റ കാര്യമുള്ളൂ, ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് ജീവിക്കുക, ജഡത്തിന്റെ പ്രേരണകൾ അനുസരിച്ച് ജീവിക്കരുത്. ഹല്ലേലൂയ. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഒരുവൻ എങ്ങനെ ഒരുവൻ ആത്മീയനാണോ അല്ലയോ എന്ന് തിരിച്ചറിയുന്നത് അവൻ പരിശുദ്ധാത്മാവിന്റെ സ്വരമാണോ ജഡത്തിന്റെ സ്വരമാണോ കേൾക്കുന്നത് എന്നതിനനുസരിച്ചാണ്. എൻ്റെ ജഡത്തിന്റെ പ്രേരണകൾ, എൻ്റെ ജഡത്തിന്റെ ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ ലോകത്തിന്റെ സ്വരം, ലോകത്തിന്റെ സ്വാധീനങ്ങൾ, അല്ലെങ്കിൽ അശുദ്ധാത്മാവിന്റെ സ്വരവും അതിൻ്റെ പ്രവണതകളും പ്രേരണകളും ആണോ, അതോ പരിശുദ്ധാത്മാവിന്റെ സ്വരമാണോ? ഇതിനനുസരിച്ചാണ് ഒരുവൻ ആത്മീയനാണോ എന്ന് അറിയുന്നത്. അല്ലാതെ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നത് കൊണ്ടോ, പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ, കുമ്പസാരിക്കുന്നത് കൊണ്ടോ, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് കൊണ്ടോ, ആത്മീയ കാര്യങ്ങളിൽ എപ്പോഴും വ്യാപരിക്കുന്നത് കൊണ്ടോ, നിരന്തരം വചനപ്രഘോഷങ്ങൾ കേൾക്കുന്നത് കൊണ്ടോ ഒന്നും നമ്മൾ ആത്മീയരാണ് എന്ന് ഗണിക്കാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ ആത്മീയരായിരിക്കുന്നത് ഒരുവൻ പരിശുദ്ധാത്മാവിൽ ആയിരിക്കുമ്പോഴാണ്. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു ജീവിതക്രമം കൂടി കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന, ഈ ശരീരത്തിലായിരിക്കുമ്പോൾ ശരീരത്തിൻ്റെതല്ലാതെ ആത്മാവിൽ ജീവിക്കാൻ, ആത്മാവിൻ്റെ പ്രചോദനങ്ങളും ആത്മാവിൻ്റെ പ്രേരണകളും നിരന്തരം കേട്ടുകൊണ്ട് ജീവിക്കുകയാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതക്രമം. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 30-ാം അധ്യായം 21-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്നും ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. നീ ഇടത്തോട്ടോ വലത്തോട്ടോ ഒക്കെ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇത് ആരുടെ സ്വരമാ? ഇത് ദൈവത്തിന്റെ സ്വരമാ. ഇതാണ് വഴി, ഇതിലേ പോവുക. പരിശുദ്ധാത്മാവ് ഒരുവനിൽ പ്രവർത്തിക്കുമ്പോൾ അവന് തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടില്ല. ഹല്ലേലൂയ. ഒരു ജീവിതത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ദൈവ പൈതലായിരിക്കുമ്പോൾ തന്റെ വിശുദ്ധ ജീവിതത്തിന് അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ, ദൈവത്തോടുള്ള സ്നേഹത്തിലും വിശ്വാസത്തിലുള്ള അസ്വസ്ഥതകൾ കടന്നു പോകുന്ന ജീവിത അനുഭവത്തിന്റെ നടുവിൽ ഒരുവന് തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടില്ല. കാരണം പരിശുദ്ധാത്മാവാണ് ഒരുവനെ നിയന്ത്രിക്കുന്നതെങ്കിൽ കൃത്യമായി അവൻ സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോകുക. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പരാതിമർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ അതിന്റെ അടിസ്ഥാനം, അതിന്റെ കാതൽ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ്. ആത്മാവിന്റെ സ്വരം കേട്ട് ജീവിക്കുന്നതിനേക്കാൾ സുന്ദരമായ ഒരു ജീവിതം ഈ ഭൂമിയിൽ നമുക്ക് കിട്ടാനില്ല. നാട്ടുകാരുടെ സ്വരം കേൾക്കാം, വീട്ടുകാരുടെ സ്വരം കേൾക്കാം, ഇതെല്ലാം ശരിയാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ സ്വരം കേട്ടത് കൊണ്ടാണ് നമ്മൾ ഈ കോലത്തിലായത്. പലരുടെ മനസ്സിൽ ഇന്ന് മുറിവും വിഷമവും വേദനയും പരാതിയും പരിഭവവും സങ്കടവും ഇതൊക്കെ ആയിട്ട്, മുറിവേറ്റ ഓർമ്മകളൊക്കെ ആയിട്ട് ഇന്ന് പലരും കഴിയുന്നതിന് കാരണം എന്താ? വീട്ടുകാരുടെയോ നാട്ടുകാരുടെയോ കുടുംബക്കാരുടെയോ അയൽവക്കക്കാരുടെയോ ഒക്കെ സ്വരം കേട്ടത് കൊണ്ടാണ്. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ സ്വരം കേട്ട് പരിശുദ്ധാത്മാവിൽ ഒരു ദൈവ പൈതൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഏറ്റവും സുന്ദരമായ ഒരു ആത്മീയ ജീവിതം നമുക്ക് നയിക്കാൻ പറ്റും. പിന്നെ ആത്മീയ ജീവിതം ഭാരമല്ല, പിന്നെ ആത്മീയ ജീവിതം എളുപ്പമായിട്ട് മാറും. അതുവരെ ആത്മീയ ജീവിതം ഭാരമാണ് നമുക്ക്. പരിശുദ്ധാത്മാവിൽ ഒരുവൻ തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നത് വരെ അവൻ ആത്മീയ ജീവിതം ഭാരമാണ്, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താ? അവൻ്റെ ശരീരം കടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, ശരീരത്തിൻ്റെ പ്രവണതകൾ ഇങ്ങനെ നിരന്തരം അടിച്ചുകൊണ്ടിരിക്കുക. ജഡത്തിൻ്റെ പ്രേരണകളുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും ജഡത്തിൻ്റെ പ്രേരണകളുണ്ട്. ആദ്യ മാതാപിതാക്കളുടെ പാപം മൂലം ഇന്നും നമ്മളിൽ എല്ലാവരിലും ഈ വിലക്കപ്പെട്ട കനി ഭക്ഷിക്കാനുള്ള ഒരു പ്രവണതയുണ്ട്, എല്ലാവരിലും ഉണ്ട്. ദൈവം തുടരുത്, അരുത് എന്ന് പറഞ്ഞ് തന്നെ എടുക്കാനുള്ള ഒരു പ്രവണത നമുക്കുണ്ട്. നമ്മുടെ ശരീരത്തെ മലിനമാക്കരുത് എന്ന് കർത്താവിൻ്റെ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അതിനെ മലിനമാക്കാനുള്ള ഒരു പൈശാചികതയുടെ ഒരു കമ്പൽഷൻ, ഒരു പ്രവണത നമ്മളിലുണ്ട്. ദൈവത്തെ, സഹോദരങ്ങളെ സ്നേഹിക്കണം എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഈ മേഖലകളിൽ പിശാച് അതിശക്തമായിട്ട് നമ്മളെ ഇങ്ങനെ ബലം പ്രയോഗിച്ച് നമ്മളെ ആ മേഖലയിൽ മുറിപ്പെടുത്താനും തകർക്കാനും ശ്രമിക്കും. അപ്പൊ സ്വാഭാവികമായി നമ്മൾ ശരീരത്തിലായിരിക്കുമ്പോൾ
വിലക്കപ്പെട്ടത് ഭക്ഷിക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ട്. അതായത് ദൈവം ചെയ്യരുതെന്നും എടുക്കരുതെന്നും തുടരുതെന്നും പറഞ്ഞതൊക്കെ എടുക്കാനും തൊടാനും സ്വന്തമാക്കാനൊക്കെ ഉള്ള ഒരു ടെൻഡൻസി നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. അതിനെയാണ് നമ്മളിലുള്ള നൈസർഗികമായ സ്വാഭാവികമായ ശരീരത്തിൽ വസിക്കുമ്പോഴുള്ള ഈ ജഡത്തിൽ വസിക്കുമ്പോഴുള്ള ജഡത്തിന്റെ പ്രവണതകളെയാണ് ആത്മാവിനാൽ നിഹനിക്കണമെന്ന് കർത്താവ് പറഞ്ഞത്. അത് ലോകത്തിന്റെ അരൂപിയായതുകൊണ്ടാണ്. ജഡത്തിന്റെ അരൂപി, ജഡത്തിന്റെ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം തൊട്ടത്തെ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ പൗലോസ് ശ്ലീഹ അതേക്കുറിച്ച് വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ജഡത്തിന്റെ വ്യാപാരങ്ങളെന്ന്. 5:17 മുതലുള്ള വചനങ്ങളൊന്ന് വായിക്കാവോ? 16 നമ്മൾ വായിച്ചതിന്റെ 17 മുതലുള്ള വചനങ്ങളൊന്ന് വായിക്കാവോ? എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ്. ജഡത്തിന്റെ മോഹങ്ങളെല്ലാം ആത്മാവിന്റെ ആഗ്രഹങ്ങൾക്കും പ്രചോദനങ്ങൾക്കും എതിരാണ്. ഇനിയോ ആത്മാവിന്റെ അഭിലാഷങ്ങൾ അത് ഉന്നതത്തിലേക്കുള്ള അഭിലാഷങ്ങളാണ്. ഒരുവന്റെ ആത്മാവിലുണ്ടാകുന്ന അഭിലാഷങ്ങൾ, ആഗ്രഹങ്ങളൊക്കെ എന്തൊക്കെയാണ്? അവന് ദൈവത്തെ കൂടുതൽ സ്നേഹിക്കണം, അവന് കൂടുതൽ വിശുദ്ധിയിൽ ജീവിക്കണം, അവന് കൂടുതൽ പ്രാർത്ഥനയിൽ വളരണം, അവന് ദൈവത്തോടുള്ള ബന്ധത്തിൽ കൂടുതൽ വളരണം, അവന് ആ നിത്യത. ഇതൊക്കെയാണ് ഒരുവന്റെ ആത്മാവിൽ അവൻ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവന്റെ പ്രചോദനങ്ങൾ, പ്രേരണകൾ, ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ. എന്നിട്ട് വചനം പറയുകയാണ്, എന്തെന്നാൽ ജഡമോഹങ്ങളെല്ലാം ആത്മാവിനെതിരാണ്. ജഡം ഒരിക്കലും നമ്മെ ഉന്നതത്തിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കില്ല. ജഡം നമ്മളിലേക്ക് തന്നെ നോക്കാനുള്ള പ്രേരണയാണ്. അതാണ് ജഡത്തിന്റെ വ്യാപാരങ്ങൾ. ഹല്ലേലൂയ. ആത്മാവിന്റെ വ്യാപാരങ്ങൾ, ആത്മാവിന്റെ അഭിലാഷങ്ങൾ, ആത്മാവിന്റെ പ്രേരണകൾ നമ്മെ ഉന്നതത്തിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കും. ഉന്നതത്തിലേക്ക് നോക്കാൻ. അതായത് പൗലോസ് ശ്ലീഹ പരിശുദ്ധാത്മാവിന്റെ പ്രേരണ എന്ന് പറയുമ്പോൾ അതിങ്ങനെയാണ്: ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ വിഷയങ്ങളെയും സ്വർഗവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ പറ്റും. എന്ത് സംഭവിച്ചാലും അത് ദൈവത്തോട് ബന്ധപ്പെടുത്തിയാ ചിന്തിക്കുന്നത്. അതാണ് പരിശുദ്ധാത്മാവിനുള്ള ജീവിതം പൗലോസ് ശ്ലീഹ പറയുന്നത്. എന്നാൽ ജഡത്തിലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ അവൻ സ്വന്തം ശരീരത്തിലേക്ക്, തന്നിലേക്ക് തന്നെ നോക്കാം. അതായത് തന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. എൻ്റെ അവസ്ഥ ഇങ്ങനെയായില്ലേ, ഞാൻ ഇങ്ങനെയല്ലേ, എൻ്റെ ശരീരം എങ്ങനെയല്ലേ, എൻ്റെ ജീവിതം എങ്ങനെയല്ലേ, എൻ്റെ കുടുംബം എങ്ങനെയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം കുറ്റപ്പെടുത്താൻ തുടങ്ങും. അത് തന്നെയാണ് ആദ്യ മാതാപിതാക്കൾ ചെയ്ത പാപവും. അവർ കർത്താവിന്റെ മുഖം കണ്ട് നടന്നവർ അവർ സ്വന്തം ശരീരത്തിലേക്ക് നോക്കി. അവർ നഗ്നരാണെന്ന് അവർ കണ്ടു. ഹല്ലേലൂയ. നഗ്നരാണെന്ന് അവർ കണ്ടു. അവർ സ്വന്തം ശരീരത്തിലേക്ക് നോക്കി. ആ നിമിഷം വരെ അവർ നഗ്നരായിരുന്നു. ഇന്നലകളിലും അവർ നഗ്നരായിരുന്നു. അവർ തുണി കൊടുത്തൊന്നും അല്ല നടന്നത്, ഇലകൾ തുന്നിക്കൂട്ടിയൊന്നും അല്ല അവർ നടന്നത്. അതിനു മുമ്പും കർത്താവിന്റെ കൂടെ നടന്നപ്പോൾ ഈ നഗ്നതയിൽ തന്നെയാണ് അവർ നടന്നത്. പക്ഷെ പാപം ചെയ്തപ്പോൾ, ദൈവത്തിൽ നിന്ന് അവർ കണ്ണ് പറിച്ചപ്പോൾ, പാപം ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുവൻ തന്റെ കണ്ണുകൾ കർത്താവിൽ നിന്നും പറിക്കുന്നതാണ് പാപം. ദൈവസ്നേഹത്തിൽ നിന്നും, ദൈവത്തിൽ നിന്നും, ദൈവൈക്യത്തിൽ നിന്നും, പ്രാർത്ഥനയിൽ നിന്നും ഒരുവൻ തന്റെ കണ്ണ് പറിക്കുന്നതാണ് പാപം എന്ന് പറയുന്നത്.